എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നിൽക്കുന്നത് റിയാദിലെ കോമൺ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നേക്കാണ്. ഇതിനകത്ത് മെയിനായിട്ട് സൗദിയും ചൈനയുടെ കൾച്ചറൽ പ്രോഗ്രാമുകളും അതുപോലെ തന്നെ അവരുടെ മെയിൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ വന്നേക്കാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഡാൻസ് ആണ് കാണാൻ പറ്റുന്നത്. സൗദി ട്രഡീഷണൽ ഡാൻസ് ആണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ആ ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. കണ്ടോ, ചൈനയുടെ ആ ഒരു ലൈറ്റൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. അതിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ചൈനയിൽ കയറിയ ഒരു ഫീലിംഗ് ആണ് കിട്ടിയത്. ഫുള്ള് ആ ഒരു റെഡ് ലൈറ്റുകൾ കൊണ്ട് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഇവിടെ നമുക്ക് ധാരാളം പെയിൻറ്റിങ്സ് ഒക്കെ കാണാൻ പറ്റി. ഇത് റിജാൽ അൽമയാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ റിജാൽ അൽമയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണേ. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഇവിടെ നമുക്ക് പാണ്ടയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതിനകത്ത് കയറി അതിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുകയാണ്. രണ്ട് രാജ്യങ്ങൾ ചേർന്ന് നടത്തുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ രണ്ട് രാജ്യത്തിൻ്റെയും സാധനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ചൈനയുടെയും അതുപോലെ സൗദിയുടെയും ഒക്കെ സാധനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ധാരാളം സ്റ്റോറുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കുറേ ഐറ്റംസൊക്കെ കാണാൻ പറ്റി. കുറേ സുവനീറുകൾ, കുറേ സംഭവങ്ങൾ. ഇവിടെ നമുക്കാണെങ്കിൽ ചൈനീസ് ആ ഒരു ഡ്രസ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവരുടെ ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ്. കുട്ടികളുടെയും വലിയ ആളുകളുടെയും ഉണ്ടായിരുന്നു. ഓരോ സ്റ്റോറിലും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കണം. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം. അതിൻ്റെ ഇടയിൽ നമ്മുടെ വിഷറി ഈ ഒരു സംഭവമൊക്കെ കാണാനൊക്കെ പറ്റി. അങ്ങനെ ഓരോരോ കാഴ്ചകൾ ഇങ്ങനെ കാണണം. ഒത്തിരി സൗദിയുടെ ഉണ്ട്, ചൈനയുടെ ഉണ്ട്, ഒത്തിരി സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത ഒരു സ്റ്റോളിനുള്ളിൽ കയറിയിരിക്കുകയാണ്. അതിനകത്ത് മൊത്തം സ്നാക്സ് ആയിരുന്നു. ചൈനീസ് സ്നാക്സ് ഐറ്റംസ് ആണ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റിയത്. മാംഗോ ബ്രെഡ് നമുക്ക് കണ്ട്. അപ്പോൾ നമ്മൾ കണ്ടപ്പം നമ്മളകത്തൊന്ന് മേടിക്കാമെന്ന് കരുതി. അതുപോലെ തന്നെ കുറേ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പേരൊന്നും അതിനകത്ത് എഴുതിയിട്ടൊന്നും ഇല്ലായിരുന്നു. എന്നാലും നമ്മൾ ജ്യൂസൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. കുറേ സ്നാക്സും ജ്യൂസും ഒക്കെ ആയിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. എന്തായാലും നമ്മൾ വന്നാലേന്ന് കരുതി നമ്മൾ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചു. അതിനുള്ളിൽ നല്ല തിരക്കായിരുന്നു. ആളുകളൊക്കെ നന്നായിട്ട് അതിനകത്തൊന്നും സാധനമൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ചൈനീസ് ടീ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വന്നേക്കാണ് ആ ഒരു ടീ കുടിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേ നമുക്ക് ശരിക്കും ഒരു ഗ്രീൻ ടീ കുടിച്ച ഒരു ഫീലിംഗ് ആണ്. ഇതാണ് ആ ഒരു ടീ. കോമൺ ഗ്രൗണ്ട് എന്നാണ് റിയാദിലെ ദിറയിലടുത്താണ് ഇവിടെ സ്ഥലം. ശരിക്കും
നമുക്ക് സൗദി ട്രഡീഷണൽ ഡാൻസ് ഒക്കെ കാണാൻ പറ്റി. കണ്ടോ, അവരുടെ ആ ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ സുവനീറുകളും അതേപോലെ തന്നെ കീ ചെയിനുകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഈ ഒരു പെയിന്റിങ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ചൈനീസ് ഫുഡൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ എങ്കിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും കയറിയില്ല. എല്ലായിടത്തും ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ മുന്നോട്ട് നടക്കാണ്. നമുക്ക് ഇത് കണ്ടിട്ടേ മൺകുടം പോലെയാണ് തോന്നിയത്. പക്ഷെ ഇത് വ്യത്യസ്തമായിട്ട് തോന്നി. അതിനകത്ത് നോക്കിക്കേ അവർ ടാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇവിടെ ചൈനീസ് ഭാഷയിൽ നമ്മുടെ പേരൊക്കെ എഴുതി തരും. ഇത്രയും നേരം നമ്മൾ സൗദി പെർഫോമൻസ് ഒക്കെ അല്ലേ കണ്ടിരുന്നത്. ഇനി നമുക്ക് അടുത്തത് ചൈനക്കാരുടെ ഒരു കിടിലം പെർഫോമൻസ് കാണാം. ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചൈനീസ് എക്സിബിഷൻ പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്.
ഇവിടെ കാണിച്ചേക്കുന്ന കാര്യങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ നടന്നിങ്ങനെ കാണുകയാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ധാരാളം പെയിൻറ്റിങ്സ് അതുപോലെ തന്നെ ആർട്ട് വർക്കുകൾ ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ വീണ്ടും ഒരു പെർഫോമൻസ് കാണാൻ പറ്റി. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നേരെ പോയത് ഫുഡ് കോർട്ടിലോട്ടാണ്. ഇവിടെ നമുക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എല്ലായിടത്തും ഈ ഒരു റെഡ് ലൈറ്റ് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കാണാൻ പറ്റും, കണ്ടോ, വളരെ മനോഹരമായിട്ടുണ്ട്. ധാരാളം ഫുഡുകളൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. ചൈനീസ് ഫുഡുകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. നമ്മളും 1-2 സാധനങ്ങളൊക്കെ മേടിച്ചു. ഇവിടെ നമുക്കൊരു ക്യൂട്ട് വാവേനെ കാണാൻ പറ്റി. എല്ലാവരും ആ കുഞ്ഞിൻ്റെ ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ എടുക്കുകയാണ്, നല്ല രസമുണ്ട്. നമ്മൾ വന്നപ്പോൾ തൊട്ട് ഈ കുഞ്ഞിനെ കാണുന്നുണ്ടായിരുന്നു. അവിടുന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. അടിപൊളിയായിട്ടുള്ളൊരു നോക്കിക്ക് ഫുള്ള് ലൈറ്റൊക്കെ കൊടുത്ത് ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്. അവിടെ ഇങ്ങനെ പെർഫോമൻസ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചില്ല. നമ്മൾ ഫുഡൊക്കെ മേടിച്ചിട്ട് നേരെ നമ്മുടെ വണ്ടി കിടക്കുന്നിടത്തോട്ട് നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മളിന്ന് കണ്ടതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സൗദിയും ചൈനയിലെയും ഒരു മെയിനായിട്ടുള്ള അവരുടെ കൾച്ചറാണ് അവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും കാണാനൊക്കെ രസമുണ്ട്. നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചൈനയിലൊക്കെ കയറി നമ്മൾ നടന്ന ഒരു ഫീലിംഗാണ് നമുക്ക് കിട്ടുന്നത്. അതെ, അവരുടെ ആ ഒരു ചൈനീസ് ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ അവരുടെ കുറേ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാണാൻ പറ്റി. പിന്നെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ കുറേ നമ്മുടെ പേരൊക്കെ ഒരു ഇതിൽ പേപ്പറിൽ എഴുതി കൊടുക്കും. അപ്പോൾ അതൊക്കെ അതിനകത്ത് കാണാൻ പറ്റിയിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങൾ കുട്ടികൾക്കും ഒക്കെ നല്ല രസമായിരിക്കും ഇതുവഴി നടക്കാനൊക്കെ. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ നമ്മുടെ വണ്ടി കിടക്കുന്നിടത്ത് വന്നേക്കാണ്. ന്യൂ ഇയർ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം വന്നൊരു പ്രോഗ്രാം ഇതിൽ നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാമാണ്. നമ്മൾ ചൈനീസ് ഫുഡുകളൊക്കെ ട്രൈ ചെയ്യാം. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.